ഹലോ ഗൈസ്, രാവിലെ തന്നെ 2 അടയാണ് കേട്ടോ കഴിച്ചത്. അടയെന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് അട തന്നെയായിരുന്നു. കാരണം ചപ്പാത്തി ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്നുകൂടി ചുട്ടെടുത്ത അടയായിരുന്നു കേട്ടോ. പക്ഷേ തട്ടിക്കൂട്ടായിരുന്നെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇരുന്നു. കാരണം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പീരീഡ്സ് ആയതുകൊണ്ട് നമുക്കൊരു പണി എടുക്കാൻ പാടില്ല. അതുകൊണ്ടിട്ട് വെറുതെ ഇരിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഒരു നായ ഇങ്ങനെ തലയിൽ കുടം കുടുങ്ങിയിട്ട് ഇതിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 3 ദിവസം മുന്നേ എൻ്റെ കണ്ണിൽ ഇത് പെട്ടപ്പോൾ തന്നെ ഞാൻ ട്രോമക്കാരെ വിളിച്ചിരുന്നു. കാരണം ഇവിടെ നിന്ന് രക്ഷിക്കാൻ നോക്കുമ്പോൾ അത് പറ്റാണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രോമക്കാരെ വിളിച്ചു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തത് അവർ വരുമെന്നാണ്. പിന്നെ ഓർത്ത് ആരെങ്കിലും അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന്. പിന്നെ കണ്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഞാൻ ട്രോമക്കാരെ വിളിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ നോക്കി തന്നെ നിൽക്കണം കേട്ടോ വരുമ്പോൾ, കാരണം അത് മിസ്സാവരുതെന്ന്. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്നത് മിസ്സായി. വേറൊരു വീട്ടിലേക്ക് അത് ചാടി അവരോട് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് നോക്കാൻ പറ്റിയില്ല. പിന്നെ ട്രോമക്കാർ രണ്ടാമത് ഒരു താത്ത എന്നോട് പറഞ്ഞു, അവിടെ ഇരിപ്പുണ്ട് പട്ടി, നായ ഇവിടെ ഇരിപ്പുണ്ട്, ട്രോമക്കാരൊന്നുകൂടി വിളിക്കാൻ പറഞ്ഞു. പിന്നെ അവർ വന്ന് രക്ഷപ്പെടുത്തി കേട്ടോ. കാരണം ഒരു ജീവനല്ലേ, അതും വെള്ളം കുടിക്കാണ്ടും വിശന്നും ഇരിക്കാതിരിക്കും. കാരണം 3-4 ദിവസമായി ഇങ്ങനെ ഇരിക്കണം. പിന്നെ അച്ഛൻ പുറത്ത് പോയിട്ടോ. അതിനാണ് എൻ്റെ കുട്ടി നിലവിളിക്കണത്. കാരണം അവൾക്ക് പോകണം. അതിനാണ് അവൾ കുറുമ്പിളകണത്. അച്ഛൻ്റെ കൂടെ അവൾക്ക് ആര് സ്കൂട്ടി എടുത്ത് ഇവിടെ പോയി വണ്ടി എടുത്ത് പോയാലും അവൾക്ക്, സ്കൂട്ടി ആണല്ലേ വണ്ടി എടുത്ത് പോയാലും അവൾക്ക് പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ചു. ചായയും ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബുക്ക് വായിച്ചിരുന്നു കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3 മാസമായി ഈ ബുക്ക് ഇരിക്കണം. സാധാരണയൊക്കെ ഞാൻ ഒരു 4 ദിവസം കൊണ്ടൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യണതായിരുന്നു മാരേജിന് മുന്നേ. മാരേജിന് ശേഷം അത് തന്നെ കുട്ടി ഇല്ലായിരുന്ന ടൈമിൽ. ഇപ്പോൾ കുട്ടി വന്നേ പിന്നെ എനിക്ക് അവളുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ നോക്കി നടക്കുന്നത് കൊണ്ട് എനിക്ക് ടൈമില്ല. ഒരു 3 മന്തായി എൻ്റെ കയ്യിൽ ആ ബുക്ക് ഇരിക്കുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. വെറുതെ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വൈകുന്നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ചോറ് കഴിച്ചു കേട്ടോ. ചോറും സാമ്പാറും മീൻ വറുത്തതുമായിരുന്നു. ഉപ്പേരി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം TV കണ്ടിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്